എല്ലാവർക്കും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. അതിൽ തന്നെ നമ്മൾ കാൻലിവർ ബീമിൽ UDL വരുന്ന കേസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മൾ അതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ കാൻലിവറിൽ പോയിൻ്റ് ലോഡ്സ് വരുന്ന കേസ് പഠിച്ചു. നമുക്കതിൻ്റെ ബാക്കി നമ്മൾ UDL വരുന്ന കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ബേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെയിം ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കാൻലിവർ ബീമിനകത്ത് UDLും അതുപോലെ തന്നെ കോമ്പിനേഷനായിട്ട് UDLൻ്റെ കൂടെ പോയിൻ്റ് ലോഡും വരുന്ന കേസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ക്വസ്റ്റ്യൻസ് മിക്കവാറും ഇതേപോലെ കോമ്പിനേഷൻ ഓഫ് ലോഡ്സ് ആണ് വരാറുള്ളത്. അതായത് UDLും വരും, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പോയിൻ്റ് ലോഡ്സും വരും. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതിന് ജസ്റ്റ് ഇവിടെ വരയ്ക്കാം. അതായത് നമ്മുടെ കാൻലിവർ ബീം ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അതിൽ പിന്നെ UDL കാണിക്കുന്നുണ്ട്. UDL ഇത്രയും ഭാഗത്ത് UDL കാണിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ലെങ്ത്ത് കാണിച്ചിരിക്കുന്നത് നമുക്ക് പോയിൻ്റ് ഈ ഒരു ഫിക്സഡ് പോയിൻ്റ് A എന്നും, ഇത് ഫിക്സഡ് പോയിൻ്റാണ് A എന്നും, ഈ ഫ്രീ എൻഡ് B എന്നും, ഈ പോയിൻ്റ് C യും ആണ്. അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന ആ ലെങ്ത്ത് 4 മീറ്റർ ആണ്. അതുപോലെ ഇതിനിടയ്ക്ക് വരുന്ന ലെങ്ത്ത് 3 മീറ്റർ ആണ്. ഈ ലെങ്ത്ത് 3 മീറ്റർ ആണ്. അതുപോലെ ഇവിടെ ആക്ട് ചെയ്യുന്നൊരു പോയിൻ്റ് ലോഡുണ്ട്, എൻഡിൽ ആക്ട് ചെയ്യുന്ന പോയിൻ്റ് ലോഡുണ്ട്. അത് വരുന്നത് 10 ന്യൂട്ടനാണ്. 10 ന്യൂട്ടനാണ്. അതുപോലെ നമ്മളിവിടെ വരച്ച ചെറിയ മാറ്റമുണ്ട്. നമ്മുടെ UDL വരുന്ന ആദ്യത്തെ 3 മീറ്ററിലാണ് കേട്ടോ. ഇവിടെ 10 ന്യൂട്ടന് പോയിൻ്റ് ലോഡ് വരുന്നുണ്ട്. ശേഷം നമ്മുടെ UDL വരുന്നത് ഈ ഒരു 3 മീറ്ററിലാണ്. ഈ ഒരു 3 മീറ്ററിലാണ് UDL ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ UDL അവിടെ 20 ന്യൂട്ടൺ പെർ മീറ്ററാണ് UDL കാണിച്ചിരിക്കുന്നത്. നമ്മളിതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം അതുപോലെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാമാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സാധാരണ പോലെ ഈ റൈറ്റ് എൻഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്ത് ചെയ്യും, നമ്മൾ ആദ്യം ഷിയർ ഫോഴ്സ് സെറ്റ് ഏറ്റവും റൈറ്റ് എൻഡിലുള്ള കാണാം ഷിയർ ഫോഴ്സ് സെറ്റ് B അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈസി ആയിട്ട് പറയാൻ പറ്റും എന്താണ് ഷിയർ ഫോഴ്സ് സെറ്റ് B. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ. ഇവിടെ ഒരു ലൈൻ, ഒരു സെക്ഷൻ ലൈൻ ഇട്ടാൽ XX എന്ന് പറയുന്ന സെക്ഷൻ ലൈൻ ഇട്ടാൽ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡ് നോക്കാം. ഇവിടെ എന്താണ് വരുന്നത്, പോയിൻ്റ് Bയിൽ 10 ന്യൂട്ടനാണ് ഷിയർ ഫോഴ്സ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് യാതൊരു സംശയമില്ലാണ്ട് നമുക്ക് 10 ന്യൂട്ടൻ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് സെറ്റ് C നോക്കാം. ഷിയർ ഫോഴ്സ് സെറ്റ് C. ഷിയർ ഫോഴ്സ് സെറ്റ് C വരുമ്പോൾ അവിടെയും നോക്കുന്ന സമയത്ത് എന്താണ്, ഇവിടെ സെക്ഷൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഈ 10 ന്യൂട്ടൺ മാത്രമേ ഇത്രയും ഡിസ്റ്റൻസിൽ വരുന്നുള്ളൂ അല്ലേ. എന്താണ്, അവിടെയും സെയിം 10 ന്യൂട്ടൺ തന്നെ ആയിരിക്കും നമുക്ക് ഷിയർ ഫോഴ്സ് വരിക. നമുക്ക് ഫിക്സഡ് എൻഡ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് സെറ്റ് A നോക്കാം. ഷിയർ ഫോഴ്സ് സെറ്റ് A. അപ്പോൾ അവിടെ നോക്കുമ്പോൾ നമ്മുടെ ഈ 10 ന്യൂട്ടൺ ഉണ്ട്, പ്ലസ് ആരും കൂടി ഉണ്ട് അല്ലേ. ഈ 10 ന്യൂട്ടനും അതിൻ്റെ കൂടെ ആരുണ്ട്, ഇവിടെ UDL വരുന്നുണ്ട്. 20 ന്യൂട്ടൺ പെർ മീറ്ററാണ് UDL വരുന്നത്. എത്ര ലെങ്ത്തിൽ, 3 മീറ്റർ ലെങ്ത്തിൽ. ഇപ്പോൾ 20 × 3 അത്രയും എന്ത് ചെയ്യുന്നുണ്ട്, അത്രയും ലോഡും കൂടി അവിടെ ആക്ട് ചെയ്യുന്നത്. 10 + 20 × 3 60 10 60 70 ന്യൂട്ടനാണ് നമുക്ക് അവിടെ ഷിയർ ഫോഴ്സ് സെറ്റ് Aയിൽ വരുന്നത്. ഓക്കെ, B കിട്ടി. B എത്രയാണ്, 10 കിട്ടും. Cയിലും 10 ആണ്. Aയിൽ എത്ര കിട്ടും, ഈ 3 × 20 60 പ്ലസ് ഈ 10 70, മൊത്തം 70 കിട്ടും. ഓക്കെ, നമുക്കിത് വെച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റും അല്ലേ. ഇത് വെച്ച് നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലൈൻസൊക്കെ ഒന്ന് താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. ഓരോ പോയിൻറ്റിൽ ലൈൻസ് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഇവിടെ ABC എന്ന് പറയുന്ന 3 പോയിൻ്റ് ഉണ്ട്. 3 പോയിൻറ്റ്സും താഴേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഇവിടെ കിട്ടിയതെല്ലാം പോസിറ്റീവ് വാല്യൂസാണ്. അപ്പോൾ നമുക്ക് മേലോട്ടായിരിക്കും, പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ബേസ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ പോയിൻ്റ് Aയും Cയും Bയും ഇവിടെ മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഷിയർ ഫോഴ്സ് സെറ്റ് B കിട്ടിയ 10 ന്യൂട്ടനാണ്.
അല്ലേ. ഷിയർ ഫോഴ്സ് അറ്റ് ബി കിട്ടിയ 10 ന്യൂട്ടൺ. സോ നമുക്ക് സ്കെയിൽ എടുത്ത് എന്ത് ചെയ്യുവാണെങ്കിൽ 10 എന്ന് പറയുമ്പോൾ നമുക്ക് 10 mm എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്ററിൽ നമ്മൾ മേലോട്ട് പോയിൻ്റ് മാർക്ക് ചെയ്താൽ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് പ്രൊപ്പോർഷൻ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 10 ന്യൂട്ടൺ എന്ത് ചെയ്യുക ബിയിൽ മാർക്ക് ചെയ്തു. ഇനി സിയിൽ എന്ത് ചെയ്യുക, സിയിൽ 10 തന്നെയാണ്. അപ്പോൾ സിയിലും സെയിം 10 മാർക്ക് ചെയ്യുക. എയിൽ 70 ആണ്, അപ്പോൾ കുറച്ചുകൂടി മേലെ ആയിരിക്കും വരിക, 70 മാർക്ക് ചെയ്യുക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പോയിൻ്റ് ലോഡും അതേപോലെ തന്നെ നമ്മുടെ UDL വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം പോയിൻ്റ് ലോഡിൻ്റെ കേസിൽ നമ്മളെങ്ങനെ വരയ്ക്കാം, ഇപ്പോൾ ബിയിൽ 10 ആണല്ലോ, ബി 10 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഈ 10ലേക്ക് പോവുക. ഇനി അവിടെ എന്ത് ചെയ്യണം, സിയിലും 10 ആണ്, അവിടേക്ക് നമ്മൾ പോവുക. ഇനി എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഡി നമുക്കറിയാം അല്ലേ, സോറി ഡി അല്ല, എയിൽ നമുക്ക് ഇവിടെയാണ് പോയിൻ്റ് വരുന്നത് അല്ലേ, 70 ആണ് പോയിൻ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ല പോകേണ്ടത്, ഇങ്ങനെ വരച്ചാൽ എന്താ അർത്ഥം, അത് പോയിൻ്റ് ലോഡ് വരുന്ന കേസാണ് നമ്മൾ അങ്ങനെ വരയ്ക്കുക. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഭാഗത്ത് UDL ആണ്. ഇപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു, UDL ആകുമ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇവിടുന്ന് ഈ പോയിൻ്റിൽ നിന്ന് ആ എൻഡ് പോയിൻറ്റിലേക്ക് ഡയറക്റ്റ് ലീനിയർ ലൈനാണ് വരയ്ക്കേണ്ടത്. ശേഷം ഇതിങ്ങോട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇത്രയും വരുന്ന ഇതിനകത്ത് വരുന്ന ഭാഗമാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇവിടെ 10, ഇവിടെയും 10, ഇവിടെ 70. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കേസിൽ വരിക. ഇത് നമുക്കറിയാം ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരയ്ക്കാൻ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രം നമുക്ക് ആവശ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ച് നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം നമുക്ക് വരയ്ക്കാം. അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സിലെയും ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് കണ്ടെത്താം. അപ്പോൾ നമുക്ക് ആദ്യം കാണാൻ പോകുന്ന സാധാരണ ചെയ്യുന്ന പോലെ നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി ആണ് ഫസ്റ്റ് കാണാൻ പോകുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഈ ബി. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എങ്ങനെയാണ് കാണുക, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറയുമ്പോൾ അവിടെ ഫോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ലോഡ് ഉണ്ട്, 10 ഉണ്ട്. പക്ഷേ എന്തില്ല, ഡിസ്റ്റൻസ് എന്താണ്, 0 ആണല്ലോ. കാരണം ബി ആണ് സെയിം പോയിൻ്റ് തന്നെയാണ് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് കാണുന്നത്. സോ ഡിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 10×0 നമുക്ക് 0 തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കാണും. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറയുന്നത് 0 കിട്ടി. ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കാണും. അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ച സെയിം ആ ഒരു ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലേ. ഇവിടുത്തെ ബെൻഡിങ് മൊമെൻ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനിടയ്ക്കുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലെ ഏരിയ കണ്ടാൽ മതി അല്ലേ. ആ ഏരിയ വെച്ച് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് ഇങ്ങനെ എഴുതാം, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു എന്ത് കിട്ടണം, ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ ബി ആൻഡ് സി. ഓക്കെ, അങ്ങനെ എഴുതിയാൽ നമ്മുടെ ആ ഒരു ഭാഗം ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി ഈക്വൽ ടു ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം എങ്ങനെ കിട്ടാം അല്ലേ. ഇതിൻ്റെ ഈ ലെങ്ത്ത് 10 ആണ്, ഇത് 4 മീറ്റർ, ഇത് 4 മീറ്റർ, 10×4 നമുക്ക് 40 കിട്ടും. നമുക്കറിയാം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി പറഞ്ഞാൽ 40 കിട്ടും. അപ്പോൾ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി കിട്ടും 40 ആണെങ്കിൽ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എത്ര കിട്ടും, ആ മൈനസ് അപ്പുറം പോകുമ്പോൾ -40 കിട്ടും. ഓക്കെ, അപ്പോൾ -40 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും, -40 ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബിയും സിയും കിട്ടി. ഇനി കിട്ടാനുള്ളത് നമ്മുടെ എ ഉള്ള ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ കാണാൻ എന്ത് ചെയ്താൽ മതി, സെയിം ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യുക. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു എന്ത് കിട്ടണം, ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ സി ആൻഡ് എ. അപ്പോൾ ഇത്രയും കാണുന്ന, ഇപ്പോൾ ഞാൻ ഹാച്ച് ചെയ്യുന്ന കളർ ഇതിൽ ഇത്രയും ഭാഗത്തിൻ്റെ ഏരിയ നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം, ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു എന്താണ്, ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം എത്ര കിട്ടുക നോക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഇങ്ങനെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളും ഇങ്ങനെ റെക്റ്റാങ്കിളും വരുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടായിട്ട് ഏരിയ കണ്ട് നമുക്കവിടെ തെറ്റിപ്പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും കാണാം, പ്ലസ് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ട്രയാങ്കിളിൻ്റെ നീളം വീതിയൊക്കെ നോക്കുക എങ്ങനെ കിട്ടുക. അത് കിട്ടാനായിട്ട് ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ 3 മീറ്റർ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഈ എ ടു സി 3 മീറ്ററാണ്. അതേപോലെ
ഈ മൊത്തം ഹൈറ്റ് 70 അല്ലേ? പിന്നെ ഇത് 10 അല്ലേ? ഇത് 10 അല്ലേ? ഇവിടെ 10 കാണിച്ചുണ്ടോ? ഇത് 10. അതിൻ്റെ അർത്ഥം നമ്മൾ വരച്ചപ്പോൾ ഇത്തിരി പ്രൊപ്പോർഷൻ മാറിയിട്ടുണ്ട്. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റാവും. ഇത് 10 ബാക്കി ട്രയാങ്കിളുടെ സൈഡ് എത്ര ആയിരിക്കും? അത് 60 കിട്ടും അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഏരിയ ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? ഈ 10 × 3 അല്ലേ? എത്ര കിട്ടും? 30 പ്ലസ് എന്ത് ചെയ്യണം? ഇനി ഈ ട്രയാങ്കിളുടെ ഏരിയ ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? ബി 3 എച്ച് എത്രയാണ്? എച്ച് 60 അല്ലേ? ഹാഫ് ഇൻറ്റു 3 × 60 3 ക്യാൻസൽ ചെയ്താൽ 30 കിട്ടും. 30 × 3 90, 90 30 അല്ലേ? 90 30 നമുക്ക് 120 കിട്ടും. ഇപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ = 120 കിട്ടും. അപ്പോൾ നമുക്ക് നേരത്തെ ഓൾറെഡി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി അറിയാം, എത്രയാണ്? -40 -40 മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ = നമുക്ക് എന്ത് കിട്ടി? 120 കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ -40നെ ഈക്വലിനപ്പുറം പോകുമ്പോൾ +40 ആവും. അപ്പോൾ 120 + 40 160 ആവും, 160 കിട്ടും. പക്ഷേ മൈനസ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ = 160 കിട്ടും. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ = നമുക്ക് -160. ആ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ -160 ആവും. ഓക്കെ, ഇപ്പോൾ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എന്ന് പറഞ്ഞാൽ നമുക്ക് -160 കിട്ടുക. അപ്പോൾ നമുക്ക് എയിലും ബിയിലും സിയിലുള്ള ബെൻഡിങ് മൊമെൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് എടുത്തത് നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഏരിയ കണ്ടിട്ടുള്ള ഇക്വേഷൻ സ്വന്തം ക്രിയേറ്റ് ചെയ്യുക, അത് ഉപയോഗിച്ച് നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് എടുക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് നമ്മൾ ഡയഗ്രാം വരയ്ക്കണം. അല്ലെങ്കിൽ എങ്ങനെ വരയ്ക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ നേരത്തെ പഠിച്ചുള്ള സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഇവിടെ നിന്ന് മാറ്റി വരയ്ക്കാം. ഈ 3 ലൈൻസ് താഴോട്ടൊന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന്. ഇത് നമ്മുടെ എ എന്ന് പറഞ്ഞ പോയിൻ്റ്, ഇത് നമ്മുടെ സി എന്ന് പറയുന്ന പോയിൻ്റ്, ഇത് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിൻ്റ്. ഓക്കെ, ജസ്റ്റ് ഒരു ബേസ് ലൈൻ കൊടുക്കുക. കാരണം ഇവിടെ എല്ലാം മൈനസ് വാല്യൂസാണ് കിട്ടിയുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസൊക്കെ നമ്മൾ വേണമെങ്കിൽ എഴുതി വെക്കുക അല്ലേ, പെട്ടെന്ന് നോക്കാനായിട്ട്. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എത്രയാണ്? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി 0. ബെൻഡിങ് മൊമെൻ്റ് അറ്റ് സി എത്രയായിരുന്നു? -40. പിന്നെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ നമുക്ക് -160 കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒന്ന് 0, ഒന്ന് -40, ഒന്ന് -160 കിട്ടിയുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതനുസരിച്ചാണ് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരിക. നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കുക, ഇത് എ, ഇത് ബി, ഇത് സി ആണ്. അപ്പോൾ നമുക്കറിയാം ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബി എത്രയാണ്? 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അവിടെ 0 നമുക്കിവിടെ ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ബിയിൽ അവിടെ തന്നെ മാർക്ക് ചെയ്യാം. ഇനി ബെൻഡിങ് മൊമെൻ്റ് സി എത്രയാണ്? അത് -40. നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഇവിടുന്ന് 40 mm താഴോട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഇവിടെ -40 സിയിൽ. ഇനി ബെൻഡിങ് മൊമെൻ്റ് അറ്റ് എ എത്രയാണ്? -160. അപ്പോൾ എയിൽ എന്ത് ചെയ്യുക? നമ്മൾ താഴോട്ട് 16 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് വെക്കുക. -160. ഓക്കെ, -160. അപ്പോൾ നമ്മൾ 3 പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോഡുകൾ നോക്കുക. പോയിൻ്റ് ലോഡ് എവിടെയാണുള്ളത്, അതുപോലെ UDL എവിടെയാണുള്ളത് നോക്കുക. അതനുസരിച്ചാണ് നമ്മൾ നമ്മൾ ലൈൻസൊക്കെ വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കിയാൽ അവിടെ ക്വസ്റ്റ്യൻ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ബിയിൽ പോയിൻ്റ് ലോഡാണ് വരുന്നത് അല്ലേ? ഈ ബിക്കും സിക്കും ഇടയ്ക്ക് എന്താണ്? ഈ ബിക്കും സിക്കും ഇടയിൽ ഈ ബിൻ്റെയും സിൻ്റെയും ഇടയിൽ പോയിൻ്റ് ലോഡാണ് വരുന്നത്. എൻ്റെയും സിൻ്റെയും ഇടയിലാണ് എന്ത് UDL വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ബി ടു സി എന്ത് ചെയ്യാം? നമ്മൾ പാരാബോളിക് കർവല്ല വരയ്ക്കേണ്ടത്, ലീനിയർ ലൈനാണ് വരയ്ക്കേണ്ടത്. ഇതിന് സംശയമില്ല, നമ്മൾ ലീനിയർ ലൈനാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ ലീനിയർ ലൈൻ വരയ്ക്കുക. ഇനി നോക്കുക സി ടു എ അല്ലേ? സി ടു എ അവിടെ നോക്കിയാൽ മനസ്സിലാവും അത് എന്താണ്? അവിടെ UDL ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഒരു പാരാബോളിക് കർവാണ് വരയ്ക്കേണ്ടത്. സി ടു എ ഒരു പാരാബോളിക് കർവാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം ഇത്രയാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക്
ഇതൊക്കെ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ യു ഡി എല്ലിൻ്റെയും അതുപോലെ തന്നെ പോയിൻ്റ് ലോഡിൻ്റെയും കോമ്പിനേഷനാണ് വരുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് എക്സാമിന് ഉണ്ടാകാറുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ഒരുപാട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം നമുക്ക് അടുത്ത ഓരോ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്ത് പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ സിംപ്ലി സപ്പോർട്ട് ബീമിൽ വരുന്ന ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഇതേപോലെ യു ഡി എല്ലും പോയിൻ്റ് ലോഡ് വരുന്ന കേസുകളുണ്ട്. നമുക്ക് നെക്സ്റ്റ് അടുത്ത ക്ലാസ്സുകൾ നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.